ഇല്ല. മഹാരാജൻ വിക്രമദേവൻ നമ്മിൽ വിശ്വാസം അർപ്പിച്ചതാണ്. ഇന്ന് നാം രാജകുമാരിയെ ഈ ഘോരവനത്തിൽ ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ പിന്നീട് നാം വിശ്വാസവഞ്ചകൻ എന്നറിയപ്പെടുന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ മാതാവിന് നമ്മോട് ക്ഷമിക്കാൻ സാധിക്കുമോ? ഇല്ല. വൈദ്യ സാമ്രാജ്യത്തിലെ അധികാരിയുടെ പുത്രന് ഇപ്രകാരം മനുഷ്യത്വരഹിതമായി പെരുമാറാൻ സാധിക്കില്ല. മാതേ, ഇതിൽ നാം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നാം അവിടുന്ന് നൽകിയ ശിക്ഷണത്തെയും പിതാശ്രീ നൽകിയ പാഠങ്ങളെയും ഈ സമയത്ത് അപമാനിക്കാൻ ശ്രമിച്ചുവോ? ദേവദത്ത, നാം നന്നായി ഭയന്നു പോയിരുന്നു. അതുകൊണ്ടാണ് നിന്നെ തെറ്റിദ്ധരിച്ചത്. നിന്റെ ഉള്ളിൽ നിന്റെ പിതാവിന്റെ ശിക്ഷണവും ധാർമ്മികതയും രക്തവുമാണുള്ളത്. ആ രക്തത്തോട് നീ ആദരവ് കാണിച്ചിരിക്കുന്നു. നിന്നെ ഓർത്ത് നമുക്ക് അഭിമാനം തോന്നുകയാണ്. എന്നാൽ നമുക്ക് ഈ രാജകുടുംബത്തിൽ വിശ്വാസം അർപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ ജീവിതം കൊണ്ട് നാം അതുതന്നെയാണ് പഠിച്ചത്. അവരൊരിക്കലും വിശ്വാസത്തിന് അർഹരല്ല. മാതേ, അവിടുന്ന് എന്താണ് ചിന്തിക്കുന്നത്? നാം പറഞ്ഞതിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടായോ? നോക്ക്, ആ സമയത്ത് വനത്തിൽ വെച്ച് നിനക്കുചിതമെന്ന് തോന്നിയത് നീ അവിടെ ചെയ്തു. എന്നാൽ നാം ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ്. എന്നാലിപ്പോൾ വൈദ്യന്മാർക്ക് അനുകൂലമായ കാര്യമാണ് നടന്നത്. വൈദ്യന്മാർക്ക് അനുകൂലമായ കാര്യമോ? അതെന്താണ് മാതേ? നാം അറിയാത്തതെന്താണ്? വൈദ്യന്മാർക്ക് വിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിച്ചോ? അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത നമുക്കൊരിക്കലും നിരാകരിക്കാൻ കഴിയില്ല ദേവദത്ത. നീ നമ്മോട് പറഞ്ഞില്ലേ, ജോഡില രൂപനഗരത്തിൽ വന്നു കഴിഞ്ഞുവെന്ന്. അതിനർത്ഥം ജോഡില രാജകുടുംബത്തിലെ ഒരൊറ്റ വ്യക്തിയെപ്പോലും വെറുതെ വിടാൻ പോകുന്നില്ല. ഇനി വൈകാതെ തന്നെ അവൾ മനസ്സിലാക്കും രാജകൊട്ടാരത്തിൽ നിന്നും രാജകുമാരി അദൃശ്യയായ കാര്യം. അപ്പോൾ ജോഡില ഈ ലോകം മുഴുവനും അവളെ തിരയും. തുടർന്ന് രാജകുമാരിക്ക് അഭയം നൽകിയത് നമ്മളാണെന്ന് ജോഡില അറിയാൻ ഇടവന്നാൽ പിന്നീടുള്ള സർവനാശം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ ജോഡിലയുടെ അതിക്രമത്തിൽ നിന്നും വൈദ്യ സമൂഹത്തിലെ ആരെയും രക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. ഇല്ല. നാം മനസ്സിലാക്കുന്നു. നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മാതേ. നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് ആ രാക്ഷസരുടെ അതിക്രമം നാം കണ്ടതാണ്. അവരുടെ വിദ്വേഷം കണ്ടതാണ്. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നന്നായിട്ടറിയാം മാതേ. ഇതേ കാരണം കൊണ്ട് തന്നെയാണ്, ഈ കാരണത്താലാണ് രാജകുമാരിയെ ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇല്ല ദേവദത്ത, കേവലം ആഗ്രഹം കൊണ്ട് മാത്രം സാധ്യമാകില്ല. നമ്മളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ദേവദത്ത, ഒരു കാരണവശാലും ഇക്കാര്യം പുറത്തു പോകാൻ പാടില്ല. അവൾ ഇവിടെയുള്ള കാര്യം ആരും അറിയാൻ ഇടവരരുത്. ആ പെൺകുട്ടിയെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ തടഞ്ഞു നിർത്തിയാൽ മതിയാകൂ. ഓർമ്മയിരിക്കട്ടെ, ആ പെൺകുട്ടി ഇവിടെ എത്ര കാലം വസിക്കുന്നുവോ അതിനെ മാത്രം ആശ്രയിച്ചായിരിക്കും ഈ വൈദ്യ സമൂഹത്തിന്റെ നിലനിൽപ്പ്.
ഭക്ഷണം കഴിക്കൂ. രാജകീയ ഭക്ഷണമൊന്നും ഇവിടെ ലഭിക്കാൻ പോകുന്നില്ല. വനത്തിൽ നിന്നും ശേഖരിച്ച ഫലങ്ങളും കിഴങ്ങുകളും വേരുകളും പിന്നെ ചിലപ്പോഴൊക്കെ ഉണങ്ങിയ മാംസവും ദാ ഇതുപോലെ. നമുക്ക് യാതൊന്നും ആവശ്യമില്ല. ഇതെല്ലാം എടുത്തുകൊണ്ട് പൊക്കോളൂ. അതിനർത്ഥം വിശപ്പെന്താണെന്ന് നീ ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഭക്ഷണത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം എടുത്തു കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ വൈകാതെ തന്നെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിശപ്പുണ്ടാകും. നീ ചെയ്ത വിഡ്ഢിത്തത്തെക്കുറിച്ച് അപ്പോൾ നീ ഓർത്തു പോകുന്നതാണ്. കഷ്ടതയുണ്ടാകും, നാം സഹിക്കും. എന്നാൽ നിങ്ങൾ തരുന്ന ഭക്ഷണം നാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭക്ഷിക്കാൻ പോകുന്നില്ല. വിശപ്പ് അനുഭവപ്പെടുമ്പോൾ ആരും മനസ്സ് പറയുന്നത് കേൾക്കാൻ പോകുന്നില്ല. യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് പോലും മനുഷ്യന് ഭക്ഷണം കഴിക്കേണ്ടി വരും. കാരണം യുദ്ധം ചെയ്യാൻ ശക്തി വേണം. ഇനി അഥവാ നീ ഞങ്ങളോട് പോരാടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അതിനുള്ള ശക്തി ആവശ്യമാണ്. അത് നിനക്ക് ലഭിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടതാണ്. അപ്പോൾ എന്താ തീരുമാനം? ഭക്ഷണം കഴിക്കുന്നോ ഇല്ലയോ? നാം എങ്ങനെ ഭക്ഷിക്കുമെന്ന് പറയൂ. അവിടെ നിന്ന് കാണുന്നില്ലേ, നമ്മെ കേവലം ഒരു മൃഗത്തെ പോലെ ബന്ധിച്ചു വെച്ചിരിക്കുക. സത്യത്തിൽ ഈ പാവം വലിയ കഷ്ടത അനുഭവിക്കുന്നു. പക്ഷേ നമുക്കെങ്ങനെ ഈ ബന്ധനം അഴിക്കാനാകും? വാസ്തവത്തിൽ ഇവൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവൾക്ക് ചുറ്റും മഹാവിപത്താണ് കാത്തിരിക്കുന്നത്. എന്ത് സംഭവിച്ചു? ഈ ബന്ധനം അകറ്റിയാലും ഇപ്രകാരം നാം എങ്ങനെ ഭക്ഷിക്കും? നീ ശത്രുവിന്റെ പുത്രിയാണ്. എന്നാൽ നീ ഇവിടെ കഴിയുന്ന അത്രയും കാലം നീ ഞങ്ങളുടെ അതിഥിയുമാണ്. അതുപോലെ അതിഥികളുടെ സൗകര്യം ഉറപ്പുവരുത്താൻ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം.